വെൽക്കം ടു ലെജൻസ്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നിങ്ങൾക്ക് ടസറൊക്കെ നോക്കുന്നവരാണെങ്കിൽ, ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. എന്നാൽ ടസറിന്റെ അത്ര റേറ്റ് വരത്തില്ല. ശരിക്കും ആ ഒരു ജൂട്ട് ടസറിന്റെ ഒരു ഫിനിഷിലാട്ടോ ഐറ്റം ചെയ്തേക്കുന്നത്. അതിന്റെ ഫ്ലോറൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ടസറിലൊരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനത്തെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ല രസമാട്ടോ ആ ഒരു വർക്കും കളർ കോമ്പിനേഷനും ഒക്കെ കാണാൻ. ദുപ്പട്ട ശരിക്കും ആ ഒരു ഒറിജിനൽ ടസറിന്റെ അതേ ഫീല്, പ്യൂർ ടസ് ദേശി ടസർ ഇല്ലേ, ആ ഒരു ടസറിന്റെ ഫീലാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഫുൾ ഫ്ലോറൽ ഡിസൈൻ ഇത് സെയിം തന്നെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ടസറിൽ. അതിന് 5000 സംതിങ് റേഞ്ച് ആണ്. അതുപോലെ തന്നെ ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ ആ ഒറ്റ ഓടത്തിലൊന്നും വ്യത്യാസം അറിയില്ല. പിന്നെ അത്രയും സൂക്ഷിച്ച് നോക്കി പിടിച്ച് നോക്കിയാലെങ്കിലൊക്കെ ഉള്ളൂ നമുക്ക് ആ ഒരു റേറ്റ് വേരിയേഷൻ വരുന്നതുകൊണ്ട് മനസ്സിലാകുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്നുള്ള ഒരു നോട്ടത്തിൽ ശരിക്കും ടസർ ഒരു 5000 സംതിങ് റേഞ്ച് വരുന്ന ഐറ്റത്തിന്റെ ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു വർക്കിന് കേട്ടോ. ഇത് ഹാൻഡ് വർക്കാണ്, ത്രെഡ് എല്ലാം യൂസ് ചെയ്തിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. കളേഴ്സും നല്ല ലൈറ്റ് കളേഴ്സ്, നല്ല പേസ്റ്റലിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ചെയ്തേക്കുന്നത്. ഇത് ലൈറ്റ് ലാവണ്ടർ, ഒരു ഡസ്റ്റി ടൈപ്പ് ഫിനിഷിലുള്ള ലാവണ്ടർ ഷെയ്ഡാണ്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ദുപ്പട്ടയുടെ ആ ഫ്ലോറൽ ഡിസൈൻ കാണാൻ അത്ര രസമാട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക് ആണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് വേറെ വ്യത്യാസമില്ല. താഴെ ഒരു 2 ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് ഭയങ്കര ഇത്രയും വേണ്ടാന്നുള്ളൂ, അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണ്ടാന്നുള്ളവർ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ എടുത്ത് കൈക്ക് കൊടുക്കാൻ പറ്റൂതെ, ചെറിയൊരു ബോർഡർ കൈക്ക് കൊടുത്താൽ മതി. താഴെ ഇതുപോലെ ഡബിൾ ബോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ലെങ്ത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കൈക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിന്റെ താഴത്തെ ബോർഡറിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വാഷ് ചെയ്യാം. ടസർ പോലെ തന്നെയാണെങ്കിലും, ടസർ ജൂട്ടിന്റെ ആ ഒരു കാറ്റഗറി പോലെ തന്നെ ഇരിക്കുമെങ്കിലും വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും ആ ഒരു നമ്മുടെ സിൽക്ക് തന്നെ, അതിനെ തന്നെ നമുക്കൊരു ശകലം ബ്ലെൻഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. കാഴ്ചയ്ക്ക് ഭംഗി ഒട്ടും കുറയാത്ത രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് താഴത്തെ ബോർഡർ കാണാൻ അടിപൊളിയാ. ചെറിയതായിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇത് തന്നെ ഒറിജിനലിലും വരുന്നുണ്ട്. 5000, 6000 റേഞ്ചിലും ഉണ്ട് കേട്ടോ. ഇത് ടോപ്പ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഐറ്റംസിന് പോലും 6000 ആണ് വരുന്നത്. കാരണം ആ ഒരു ടസറിന്റെ ആ ഒരു ഷോളിന് അത്രയും റേറ്റ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ മോഡലിലെ അത് തന്നെ എടുത്തിട്ട് നമ്മൾ ഒരുപാട് റേറ്റ് വരാത്ത രീതിയിൽ, ഞാൻ പറഞ്ഞത് ഭംഗി ഒട്ടും കുറയാതെ ഒത്തിരി റേറ്റ് വരാത്ത രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര രസമാണ്. കാരണം നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് 6000 ഒക്കെ കാണുന്നതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് ആ റേറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ റേറ്റിലുള്ള ഐറ്റംസും നമ്മളിപ്പോൾ ഷോപ്പുള്ളതുകൊണ്ട് എല്ലാം കാണുന്നതുകൊണ്ടാട്ടോ അത്രയും പറഞ്ഞു തരുന്നത്. നിങ്ങളല്ലാതെ നിങ്ങൾ ഷോപ്പിൽ പോയി തപ്പിയെ കാണാൻ പറ്റും, ചില കടകളിൽ കാണും ഇതിൻ്റെ തന്നെ റേറ്റ് കൂടിയ ഐറ്റംസ്. അപ്പോൾ ആ ഒരു ഭംഗിക്ക്, അത്രയും ഭംഗിക്ക് നിങ്ങൾക്ക് ഒരു 2000 സംതിങ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇതിന്റെ നമ്പർ V274, റേറ്റ് വരുന്നത് 2690 മാത്രമേ ഉള്ളൂ. 269. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് കളർ കേട്ടോ, ലൈറ്റ് ആഷ് കളറാണ്. പിന്നെ ഇതിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാണണമെങ്കിൽ ഞാൻ അടുപ്പിച്ച് തന്നെ കാണിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും അടുപ്പിച്ചുള്ള വീഡിയോസും കൂടി എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ആ ഒരു കുഞ്ഞായിട്ടുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സിന്റെ ഒക്കെ വർക്ക് അത്രയും രസമാണ് കാണാൻ. അത് ഭയങ്കര ഫിനിഷിംഗ് ആട്ടോ. അപ്പോൾ ഓരോ ഫ്ലവറിലും നിങ്ങൾ നോക്കിയാലും അതിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് അത്രയും അടുത്ത് കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാട്ടോ ഇത്ര അടുപ്പിച്ച് തന്നെ ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയും അതുപോലെ നല്ല ഗ്രാൻഡ് ലുക്കാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഇത് കണ്ടോ, ഈ ഒരു ജൂട്ടിലൊക്കെ വരുന്ന പോലെ തന്നെ ചെറിയ ലൈൻ പോലത്തെ ഡിസൈൻ ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല ഫാബ്രിക് ആണ്. ബോർഡർ വരുന്നത് ഈ രീതിയിൽ ലൈറ്റ് ആയിട്ടൊരു ഗോൾഡൻ ബോർഡർ ഇത് കൊടുത്തേക്കുന്നത്. ഒരുപാട് ഓവർ ആയിട്ട് നിൽക്കത്തൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ബോർഡർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡൻ ബോർഡർ ഇപ്പോൾ കൊടുക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. അത് നല്ല ഒരു ലുക്ക് തന്നെയാണ് അത് ഇട്ട് കാണാനായിട്ട്. സൈഡ് ബോർഡറിൽ ഫ്രഞ്ച് നോട്ടിന്റെ ഡിസൈനും ഇതുപോലെ ചെറിയ കാന്ത ലൈൻസും കാര്യങ്ങളൊക്കെയാണ് പോയേക്കുന്നത്. ഏകദേശം ഞാൻ നൂർത്തി കാണിക്കുന്ന ആ ഒരു ലുക്ക് ഞാൻ മുമ്പേ വേറൊരു ഷെയ്ഡിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ അങ്ങനെ തന്നെ കൊടുത്തേക്കാം. സൈറ്റിൽ ബാക്കി ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റഡ് പ്രൊഡക്ട്സിൽ അതിന്റെ ആ ഫോട്ടോ കാണും. അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് സാൻഡൂൺ ഫാബ്രിക് ആട്ടോ. ഇതാണ് സെയിം കളർ. ഇത് ബാക്ക് സൈഡിലെ ഇതാ ഞാൻ പറഞ്ഞത്. ലെങ്ത് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ വല്ലതും കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കൈക്കായിട്ട് യൂസ് ചെയ്താൽ മതി. 2 ഡബിൾ ഇതിലാണ് നമുക്ക് ഇതിന്റെ താഴെവശം ബാക്ക് സൈഡിൽ ഇതിന് ബോർഡർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിന്റെ ലുക്ക് കണ്ടല്ലോ. അപ്പോൾ അത്രയും റേറ്റിനുള്ളതുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു 5000, 6000 മേലോട്ടുള്ള റേഞ്ചിൽ ലുക്ക് കിട്ടുന്ന ഐറ്റമാണ്. നമ്പർ V276, റേറ്റ് 2690. ഇതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് അത്ര ആ ഒരു ഗ്രീനിന്റെ നല്ല ഭംഗി കിട്ടണില്ല. ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് നമുക്ക് ആ ഒരു ഫോണിന്റെ ഒക്കെ അനുസരിച്ച് ചെറുതായിട്ട് വരും. നമ്മൾ എടുക്കുന്ന ഫോണിന്റെ ആണല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന ഫോണിന്റെ അകത്തും ചെറിയ ചെറിയ വേരിയേഷൻസ് സെറ്റിംഗ്സിനനുസരിച്ച് വരും കേട്ടോ. അപ്പോൾ എന്നാലും ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. ഇതിൽ കാണുമ്പോൾ ഒരു ആഷ് പോലെയൊക്കെ തോന്നിക്കുന്നില്ലേ, ശരിക്കും നല്ലൊരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ആ കളർ ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങ് കിട്ടണില്ല. അടുപ്പിച്ച് നോക്കട്ടെ, അടുപ്പിച്ചാലും കിട്ടുന്നില്ല. നേരിട്ട് കാണാനാട്ടോ കുറച്ചുകൂടെ രസം. നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ്, ടസറിലൊക്കെ വരുന്ന അതേ ഗ്രീൻ കളർ തന്നെ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഫിനിഷിങ്ങിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും ജൂട്ട് പോലെ തന്നെ മെറ്റീരിയൽ കേട്ടോ. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ
ഇത്രയും അടുപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നേരിട്ട് അടിപൊളിയാട്ടോ. അത്രയും ഞാൻ പറയണമെങ്കിൽ അത്രയും രസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഇതിന്റെ ബാക്ക് സൈഡിൽ താഴത്തെ ബോർഡർ ആണിത്. ഇതിന്റെയാണ് ഞാൻ പറഞ്ഞത് ഈ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് വെക്കാം, വേണമെങ്കിൽ മതി. ലെങ്ത് അതായത് ഒത്തിരി ലെങ്ത് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഏകദേശം ലുക്ക് ഇങ്ങനെ വരും. 4 ഷെയ്ഡ്സ് അങ്ങാണ്ടാണ് വരുന്നത്. നമ്പർ V277, റേറ്റ് 2690. ഇതിന്റെ 4ാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും ഒരു വെറൈറ്റി കളർ ആട്ടോ. നമ്മുടെ ചെറുതായിട്ടൊരു ഒനിയൻ പിങ്കും ബ്രൗണൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോൾ ഒരു ഇച്ചിരി പിങ്ക് കൂടുതൽ പോലെ തോന്നിക്കുന്നു. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ബ്രൗണിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ്. നല്ല രസമാണ് കളർ കാണാനായിട്ട്. സെയിം കോമ്പിനേഷൻ ആണ് ഇതിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും വരുന്നത്. ബോർഡർ ഇതാ കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു മൊത്തത്തിൽ വരുന്ന ഏകദേശം വ്യൂ ഇങ്ങനെ. താഴത്തെ ആ ഒരു ബോർഡർ ഈ രീതിയിൽ വരും. ഈ സെയിം തന്നെ ഡിസൈൻ നമുക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് പോർഷനിലും ടോപ്പിനുണ്ട്. ഇതാ കേട്ടോ. ബോട്ടം സാൻഡൂൺ ഫാബ്രിക് ആണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല മെറ്റീരിയലും കാര്യങ്ങളും ആട്ടോ. റേറ്റ് കൊടുക്കുന്നതിൻ്റെതായ ലുക്ക് അതിനുണ്ട്. നമ്മൾ തയ്ക്കുമ്പോഴത്തേനും അത് അത്രയും നല്ല ഭംഗിയായിട്ടാണ് നിൽക്കും. നമുക്കിതിന്റെ നമ്പർ V275, റേറ്റ്